കുലംകുത്തി എപ്പോഴും കുലംകുത്തി തന്നെ ആയിരിക്കും എന്നാണ്. അങ്ങനെ ഈ മരിച്ചുപോയ ചന്ദ്രശേഖരനെ പിന്നെയും കുലംകുത്തി എന്ന് വിളിച്ച് കേട്ടപ്പോൾ ബി എസിന് സഹിച്ചില്ല. കാരണം ബി എസിൻ്റെ ഒരു അത്യുത്തമ ശിഷ്യനായിരുന്നു TP ചന്ദ്രശേഖരൻ. അതുകൊണ്ട് ബി എസ് പറഞ്ഞു, 51 വെട്ടേറ്റ് മരിച്ച ധീരരക്തസാക്ഷി സഖാവ് ചന്ദ്രശേഖരനെ കുലം കുത്തി കുലം കുത്തി കുലം കുത്തി എന്ന് വീണ്ടും വീണ്ടും വിളിച്ചാക്ഷേപിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ ഡാംഗയോട് ഉപമിച്ചത് തീരെ ശരിയായില്ല എന്ന് പുള്ളി അർത്ഥോക്തിയിൽ നിർത്തി. 51 വെട്ടേറ്റ് മരിച്ച, പിന്നെ പറയും, ധീരരക്തസാക്ഷി സഖാവ് TP ചന്ദ്രശേഖരൻ്റെ വൃദ്ധയായ മാതാവിനെയും വിധവയായി തീർന്ന ഭാര്യയെയും അശരണനായ മകനെയും സന്ദർശിക്കാൻ പോയത് ആ ദിവസം ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച പോലെ പിണറായി വിജയനെ ഡാഗയോട് ഉപമിച്ച, അത് ഓവ തെറ്റാണെന്നുള്ള ഞാൻ അന്നേ പറഞ്ഞതാണ്. ഇയാളെ വല്ല പോൾട്ടിനോടോ അല്ലെങ്കിൽ ചൗഷസ്ക്യൂനോടോ മറ്റുമാണ് ഉപമിക്കേണ്ടിയിരുന്നത്. വി എസിന് ഇവരൊന്നും പരിചയമില്ലാത്തതുകൊണ്ടൊന്നും. പുള്ളി ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ കുറച്ച് വീക്കാൻ. വി എസിനെ കുറിച്ച് പല ഓർമ്മകളും പലരും പല സ്ഥലത്തും പങ്കുവെച്ച് കണ്ടു. ശ്രീമതി സുജ സൂസൻ എഴുതിയ കുറിപ്പാണ് എനിക്ക് ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയത്. സൂര്യനെല്ലയിൽ പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് വി എസ് 1 ലക്ഷം രൂപ പൊതിഞ്ഞു കെട്ടി കൊടുത്തു. അത് വാങ്ങാൻ ആ കുട്ടിയുടെ പിതാവ് വിസമ്മതിച്ചപ്പോൾ അവളുടെ മുത്തച്ഛൻ തരുന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഈ സംഖ്യ ഏൽപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. അതാണ് ശരിക്കുള്ള വി എസ് എന്ന് ഞാൻ വിചാരിക്കും. ഇനി വി എസിനെ കുറിച്ച് പലരും പറഞ്ഞ് പകുതിയാക്കി നിർത്തിയ ഒരു സംഭവമാണ് ഞാനിവിടെ പൂരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും അറിവുള്ള കാര്യം തന്നെയാണ് സഖാവ് TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം. ഈ ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് വിളിച്ച് ആക്ഷേപിച്ച ആളാണ് നമ്മുടെ ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി അഥവാ കേരള മഹാരാജാവ്, കേരള ചക്രവർത്തി സഖാവ് പിണറായി വിജയൻ. അന്ന് അദ്ദേഹം ചക്രവർത്തി ആയിട്ടില്ല, പാർട്ടിയിലെ മാത്രം സെക്രട്ടറിയാണ്. അങ്ങനെ പ്രഖ്യാപിച്ച അദ്ദേഹം ഈ ചന്ദ്രശേഖരൻ മരിച്ചതിന് ശേഷം പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ചന്ദ്രശേഖരൻ്റെ കൊലപാതകവുമായി പാർട്ടിക്കൊരു ബന്ധവുമില്ല, അങ്ങനെ ആരെങ്കിലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നാണ്. അവരെങ്ങനെയാണ് പാർട്ടി സംരക്ഷിച്ചതെന്നും ഇതിൽ ചില കൊഞ്ഞാണന്മാരൊക്കെ മരിച്ചപ്പോൾ പാർട്ടി അവർക്ക് എതിരെയുള്ള അന്ത്യയാത്രയാണ് കൊടുത്തതെന്നൊക്കെ നമ്മൾ പിന്നീട് കണ്ടു. ഈ പിണറായി വിജയൻ്റെ വാക്കും പഴയ ചാക്കും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്ന് അറിയാവുന്നുണ്ട്. നമുക്ക് അതിലൊന്നും വലിയ അത്ഭുതം തോന്നില്ല, അത് പിറകെ. പക്ഷേ പുള്ളി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ കുലംകുത്തി എന്ന് വിളിച്ചതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുലംകുത്തി എപ്പോഴും കുലംകുത്തി തന്നെ ആയിരിക്കും എന്നാണ്. അങ്ങനെ ഈ മരിച്ചുപോയ ചന്ദ്രശേഖരനെ പിന്നെയും കുലംകുത്തി എന്ന് വിളിച്ച് കേട്ടപ്പോൾ ബി എസിന് സഹിച്ചില്ല. കാരണം ബി എസിൻ്റെ ഒരു അത്യുത്തമ ശിഷ്യനായിരുന്നു TP ചന്ദ്രശേഖരൻ. ഇയാൾ ബി എസ് ഗ്രൂപ്പിൽ പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും കോഴിക്കോട് ജില്ലയിലെ ഒരു സമുന്നത CPM നേതാവായിട്ട് വിലസുകയും വിരാജിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ കഷ്ടകാലത്തിന് പുള്ളിക്ക് വി എസ് ഗ്രൂപ്പുകാരനാവാനാണ് തോന്നിയത്. അതുകൊണ്ട് പുള്ളിക്ക് പിന്നെ പാർട്ടി വിട്ടു പോകേണ്ടി വന്നു. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വി എസ് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് കാറിൽ ഒഞ്ചിയത്ത് പോവുകയും ചന്ദ്രശേഖരൻ്റെ മാതാവിനെയും ഭാര്യ രമയെയും മകൻ അഭിനന്ദനെയും ഒക്കെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അത് വലിയ സംഭവം. സകലമാന TV ചാനലുകളും ഈ വി എസിൻ്റെ വാഹനത്തിൻ്റെ പുറകെ വച്ചടിക്കും. ഏതാണ്ട് ജസ്റ്റിസ് ശിവരാജൻ ഈ സോളാർ കേസിൽ CD അന്വേഷിച്ച് പോയ പോലത്തെ പോക്കൻ അത് ആദ്യ അവസാനം ടെലിവിഷൻ ചാനലുകൾ പകർത്തി. വി എസ് ഒഞ്ചിയത്തി എന്നിറങ്ങിയപ്പോൾ ഏതാണ്ട് തൃശ്ശൂർ പൂരത്തിനുള്ള ആളുണ്ട്. അദ്ദേഹം അവിടെ ചെല്ലുന്നു, ഇവരെ ആശ്വസിപ്പിക്കുന്നു, തിരിച്ചു വരും. പാർട്ടി അദ്ദേഹത്തിൻ്റെ ഒരു നടപടിയെടുത്തു. ഈ പത്രങ്ങളിൽ വരാത്ത സംഗതിയാണ് ഇത്. മിക്കവാറും പത്രങ്ങളൊക്കെ ഈ രമയും വി എസും കൈ ചേർത്ത് പിടിച്ചേക്കുന്ന പടവും അന്നത്തെ ഒഞ്ചിയ യാത്രയുടെ വാർത്തകളുമൊക്കെ പ്രസിദ്ധീകരിച്ചു. പക്ഷേ ഈ പത്രങ്ങൾ പറയാൻ വിട്ടുപോയ സംഭവം ഒന്ന് ഡാങ്കയോട് ഉപമിച്ചു, രണ്ടാമത് ഇദ്ദേഹത്തിന് നേരെ പാർട്ടി നടപടിയെടുത്തുമാണ്. സത്യത്തിൽ ഈ പാർട്ടി നടപടിയെടുത്താണ് ഇതിൽ ഏറ്റവും രസകരമായ ഭാഗം. ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. പാർട്ടി വി എസിൻ്റെ ഈ ഒഞ്ചിയം യാത്ര ഒരു വലിയ അനുസരണക്കേടും അതിഭയങ്കരമായ അച്ചടക്ക ലംഘനവും മാർക്സിയൻ തത്വങ്ങളുടെ ലംഘനവുമായിട്ട് വിലയിരുത്തി. വി എസ് മൂക്കോട്ട് ഇൻട്ര എന്ന് എഴുതുകയോ അതല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ സ്വയം തെറ്റേറ്റ് പറയുകയോ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ വി എസ് തെറ്റേറ്റ് പറയാൻ തീരുമാനിച്ചു. 51 വെട്ടേറ്റ് മരിച്ച ധീരരക്തസാക്ഷി സഖാവ് TP ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസം
പോയത് ശരിയായില്ല. മറ്റേതെങ്കിലും ദിവസമായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അത് എൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഴ്ചയായി പാർട്ടി വിലയിരുത്തുന്നു. ഞാനും അത് അംഗീകരിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട്? അന്ന് പോയതേ കുഴപ്പമുള്ളൂ, വേറെ ഏതെങ്കിലും ദിവസം പോയാൽ കുഴപ്പമില്ല. 51 വെട്ടേറ്റ് മരിച്ച, പിന്നെയും പറയും, ധീര രക്തസാക്ഷി സഖാവ് DP ചന്ദ്രശേഖരൻ്റെ വൃദ്ധയായ മാതാവിനെയും വിധവയായി തീർന്ന ഭാര്യയെയും അശരണനായ മകനെയും സന്ദർശിക്കാൻ പോയത് ആ ദിവസം ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നിട്ട് പറഞ്ഞു, ഈ ഡാങ്കയോട് ഉപമിച്ച പ്രശ്നമുണ്ടല്ലോ, കണ്ണുനീർത്തുള്ളിയ സ്ത്രീയോട് ഉപമിച്ച പോലെയാണ്. പിണറായി വിജയനെ ഡാങ്കയോട് ഉപമിച്ച അത് ഉപമ തെറ്റാണെന്നുള്ളത് ഞാൻ അന്നേ പറഞ്ഞതാണ്. ഇളവല്ല പോൾട്ടിനോടോ അല്ലെങ്കിൽ ചൗഷസ്ക്യൂനോടോ മറ്റുമാണ് ഉപമിക്കേണ്ടിയിരുന്നത്. VS ഇവരൊന്നും പരിചയമില്ലാത്തതുകൊണ്ടൊന്നും, പുള്ളി ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ കുറച്ച് വീക്കാണ്. അതുകൊണ്ട് VS പറഞ്ഞു, 51 വെട്ടേറ്റ് മരിച്ച ധീര രക്തസാക്ഷി സഖാവ് ചന്ദ്രശേഖരനെ കുലം കുത്തി കുലം കുത്തി കുലം കുത്തി എന്ന് വീണ്ടും വീണ്ടും വിളിച്ചാക്ഷേപിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ ഡാങ്കയോട് ഉപമിച്ചത് തീരെ ശരിയായില്ല എന്ന് പുള്ളി അർത്ഥോക്തിയിൽ നിർത്തി. ശരിക്കും ഉപമിക്കേണ്ടത് സ്റ്റാലിനോടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാലിൻ്റെ സിൽബന്തിയായ ബെറിയോടോ അല്ലെങ്കിൽ ഹിറ്റ്ലറോടോ മുസോളിനോടോ വല്ലവരും. VS ഒരു മാന്യനായതുകൊണ്ടാണ് ഡാങ്കയോട് ഉപമിച്ചത്. പുള്ളി അവിടെ നിർത്തി. ഇതായിരുന്നു നമ്മുടെ സഖാവ് അച്യുതാനന്ദൻ. അപ്പോൾ ഇങ്ങനെ പാർട്ടിയുടെ ഈ ശാസ്ത്ര നടപടികളെയൊക്കെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ മൂപ്പിലാന്ന് അറിയാൻ പറ്റും.